ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5 ഫീമെയിൽ ബിഹേവിയേഴ്സ് ദാറ്റ് മെൻ ലവ് മോർ ദാൻ എനിത്തിങ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അഥവാ എന്തിനേക്കാളും കൂടുതൽ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ 5 സ്വഭാവങ്ങൾ. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് ജെന്യൂനായിട്ടുള്ള അപ്രീസിയേഷനാണ്. എന്ന് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ വാല്യൂ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം നന്നായിരിക്കും. അവരൊരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്. സിമ്പിൾ എക്സാമ്പിൾ പറയാം. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന സമയത്ത് സപ്പോർട്ടാവാം, ഹെൽപ്പാവാം, നിങ്ങൾ ജെന്യൂനായിട്ട് ഒരു താങ്ക്സ് പറയുക, അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയുന്ന ആ ഒരു വേർഡ് തീർച്ചയായിട്ടും അവർക്ക് അവരെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. നിങ്ങളിൽ അതൊരു ഇഷ്ടമുണ്ടാക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ, ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മളൊന്നും പറയേണ്ടതില്ല. നമ്മുടെ ജസ്റ്റ് ബോഡിയിലുണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ, ചെറിയൊരു സ്മൈലായിരിക്കാം, അതുപോലും അവർക്ക് വലിയ രീതിയിലുള്ള പോസിറ്റീവ് എനർജി നൽകും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നന്ദി പറയുന്നത് അഥവാ താങ്ക് യു എന്ന് പറയുന്നത്, അതുപോലെ ഒരു ചെറു പുഞ്ചിരി ഒക്കെ അവർക്ക് അവരെ വാല്യൂ ചെയ്യുന്നുണ്ട്, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. വലിയ രീതിയിൽ വാക്കുകൾ കൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സാധിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ജെന്യൂനായിട്ടുള്ള അപ്രീസിയേഷനാണ് ഒന്നാമത്തെ ആ ഒരു ഫീമെയിൽ ബിഹേവിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീമെയിൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ടച്ചാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ടച്ചിങ് ഒന്നുമല്ല. ചിലപ്പോൾ കൈകൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാവാം, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന സമയത്ത് ആ പുരുഷൻ്റെ മടിയിൽ കൈവച്ചുകൊണ്ട് നമ്മുടെ ഹാൻഡ്സ് കൊണ്ട് അവരുടെ നീൽ ടച്ച് ചെയ്യുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ടീഷർട്ടോ ഷർട്ടോ ഒക്കെ ധരിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കോളറൊക്കെ ചുളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ കോളറൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നതാവാം. ഇങ്ങനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് തട്ടി കൊടുക്കുന്നതാവാം. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു കെയറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ടച്ചിങ്സ്. ഇനി കെയറിങ് അല്ലാത്ത നമുക്കൊരു സ്നേഹത്തിൻ്റെ തലോടൽ പോലെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ടച്ചിങ്ങുകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ഇത് ഒരു ഫീമെയിൽ ബിഹേവിയറാണ്, നല്ലൊരു ബിഹേവിയറാണ്. സോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട ഫീമെയിൽ ബിഹേവിയർ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത് പ്ലേഫുൾ ടീസിങ് എന്ന് പറയുന്നതാണ്. അഥവാ അവരെ കളിയാക്കുക. വലിയ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ല, അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അഥവാ ഒരു ചിരി ഉണ്ടാക്കുന്ന തമാശ രീതിയിലുള്ള ടീസിങ് ഒക്കെ അവർ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിക്ക് നെയിം വിളിച്ച് കളിയാക്കുക. ഇപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അപ്പുറത്ത് പോയി പറയുന്ന ആളാണ്, അല്ലെങ്കിൽ രഹസ്യങ്ങൾ ചോർത്തുന്ന ആളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചുമ്മാ സീക്രട്ട് ഏജൻ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ടീസ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ടീസിങ്ങുകൾ, അതൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇൻസൾട്ട് ചെയ്യുന്ന, ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടീസിങ്ങുകളല്ല, അല്ലാത്ത നല്ല രീതിയിൽ ചിരികളും ഫണ്ണും ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടീസിങ്ങുകൾ നല്ലതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് അവനിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ്. ബിലീവിങ് ഇൻ ഹിം എന്ന് പറയുന്നത്. അവർക്ക് പാഷൻ ഉണ്ടായിരിക്കാം, ഡ്രീം ഉണ്ടായിരിക്കാം, അതിൽ നമ്മൾ കൂടി വിശ്വസിക്കുക. അവരെ അംബീഷന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, നമുക്ക് പറ്റാവുന്ന രീതിയിൽ. അത് വാക്കുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവാം. ഇനി അതല്ല ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. സോ സപ്പോർട്ട് ഹിസ് അംബീഷൻ എന്ന് പറയുന്ന ആ ഒരു മെൻ്റൽ സപ്പോർട്ട്. അതുപോലെ തന്നെ അവരിൽ വിശ്വസിക്കുക, ഞാൻ ഇന്നതൊക്കെ ചെയ്യും, ഇതാണ് എൻ്റെ ഡ്രീം എന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ട് അത് പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ച് തളർത്താതെ അവരുടെ ആ ഡ്രീമിൽ നിങ്ങളും വിശ്വസിക്കുക. ഒരാൾ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ അവർ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും.
അവരെ തടുക്കാൻ ഒന്നിനും സാധിക്കത്തില്ല. എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് വന്നാലും, തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെയെല്ലാം തരണം ചെയ്ത് അവർ മുന്നോട്ട് പോകും. ഒരു സ്ത്രീയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഒരു സ്ത്രീ അവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എനർജി അവന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനുള്ളത്. സോ അത് നല്ലൊരു സ്വഭാവമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്, നല്ലൊരു ഫീമെയിൽ ബിഹേവിയർ ആണത്. പിന്നെ ഫൈനലി പറയുന്നത് ഫെമിൻ എനർജി എന്ന് പറയുന്നത്, നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അവർ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നതായിക്കോട്ടെ, പിന്നെ അവരുടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇമോഷണലി തളർന്നിരിക്കുന്ന സമയത്ത് വാക്കുകൾ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നല്ലൊരു ബിഹേവിയറിൻ്റെ ഭാഗമാണ്. ഐ മീൻ ആ ഒരു ഫെമിൻ എനർജി നമുക്ക് ഒരു ആണിനോട് സംസാരിക്കുകയോ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് കിട്ടാത്ത ഒരു പ്രത്യേക തരം എനർജി ഓപ്പോസിറ്റ് സെക്സിലുള്ള വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു സംഭവം, ആ എനർജി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല ഫീമെയിൽ ബിഹേവിയറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവരോട് കൂടുതൽ അരഗൻ്റായിട്ട് സംസാരിക്കാതിരിക്കുക, സോഫ്റ്റായിട്ട് സംസാരിക്കുക, ഇതൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട. ഇതൊക്കെയുള്ളൂ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അവർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാനായിട്ട് സാധിക്കും. അതിനുള്ള എനർജി നിങ്ങൾക്ക് നൽകാനായിട്ട് പറ്റും. നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക, നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളെല്ലാം അച്ചീവ് ചെയ്യുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിവേ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.